എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ നമുക്കിന്ന് ടോപ്പിക്കിലോട്ട് പോകാം. ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് ബെസ്റ്റ്? ഒരു വെയിറ്റ് ട്രെയിനിങ് ആണോ, മെഷീൻ ബേസ്ഡ് ട്രെയിനിങ് ആണോ, അതോ ബോഡി വെയിറ്റ് ട്രെയിനിങ് ആണോ? ഏതാണെന്ന് ബെസ്റ്റ് നോക്കാം. നമുക്ക് വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാം. എന്താണ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് വിച്ച് ട്രെയിനിങ് ഇസ് ബെസ്റ്റ് ഫോർ യു. അപ്പം എല്ലാവരോടും പറഞ്ഞതെന്ന് വെച്ചാൽ വെയിറ്റ് ട്രെയിനിങ്. സോ ഇതാണ് വെയിറ്റ് ട്രെയിനിങ്. സോ അതിനകത്ത് ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്സ്, കെറ്റിൽ ബെൽസ്, സോ ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന ട്രെയിനിങ്ങിനാണ് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി അത് റെസിസ്റ്റൻസ് ബേസ്ഡ് ട്രെയിനിങ് തന്നെയാണ്. സോ വി ആർ യൂസിങ് ഫ്രീ വെയിറ്റ്സ് ഫോർ ട്രെയിനിങ്. സോ വെയിറ്റ് ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? സോ അതൊരു കോമ്പൗണ്ട് മൂവ്മെന്റ് അതിനകത്ത് വരും. സോ ഈ കോമ്പൗണ്ട് മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ വെൻ യു ഇൻവോൾവ് മൾട്ടിപ്പിൾ മസിൽസ്, അതിനെയാണ് കോമ്പൗണ്ട് മൂവ്മെന്റ്സ് വരുന്നത്. സോ വെയിറ്റ് ട്രെയിനിങ് വരുമ്പോഴത്തേക്ക് കോമ്പൗണ്ട് മൂവ്മെന്റ് വരും. പിന്നെ ബിൽഡിംഗ് ഫങ്ഷണൽ സ്ട്രെങ്ത്. സോ ഫങ്ഷണൽ സ്ട്രെങ്ത് മീൻസ് ലൈക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. സോ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു ബിൽഡ് ദാറ്റ് ഫങ്ഷണൽ സ്ട്രെങ്ത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഗ്രിപ്പ് സ്ട്രെങ്ത് നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു നാലാമത്തെ എന്ന് പറയുന്നത് ഈസി ടു ഓവർലോഡ്. സോ നമുക്ക് റെസിസ്റ്റൻസ് ബേസ്ഡ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ അടുത്തടുത്ത വെയിറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മേ ബി ഒരു കോൺസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ന്യൂ അല്ലെ ബിഗിനേഴ്സിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. ലൈക്ക് ഒരു ഡാൻസ് മൂവ് പഠിക്കുന്ന പോലെ ഇറ്റ് നീഡ്സ് സം ടൈം ടു ബിൽഡ് ദാറ്റ്. എങ്ങനെയാണ് ഫോം ബിൽഡ് ചെയ്ത് കറക്റ്റ് ടെക്നിക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സമയമെടുക്കും. സോ അതാണ് അതിന്റെ കോൺസ് എന്ന് പറയുന്നത്. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് ട്രെയിനിങ്. അതിന് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് മെഷീൻ ബേസ്ഡ് ട്രെയിനിങ്. സോ മെഷീൻ ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെയാണ്. സോ മെഷീൻസ് വരും നമ്മുടെ ട്രെയിനിങ്ങിനകത്ത്. സോ ലൈക്ക് മെഷീൻ പ്രസ്സസ്, ഈ ലാറ്റിൻ്റെ ഇതുണ്ട്, ലാറ്റ് പുൾ ഡൗൺസ്, അതുപോലെ ലെഗ് പ്രസ്. സോ അവിടെയൊക്കെ നമ്മൾ ഒരു മെഷീനെ ഉപയോഗിച്ചാണ് ട്രെയിൻ ചെയ്യുന്നത്. സോ അതൊരു പിവറ്റ് ചെയ്തിരിക്കും, ഒരു പോയിന്റിലോട്ട് പിവറ്റ് ചെയ്തിരിക്കും. അവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിനാണ് മെഷീൻ ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ അത് വെയിറ്റ് ട്രെയിനിങ്ങിന് ഡിഫറൻസ് വരുന്നത് വി യൂസ് മെഷീൻസ് ദർ. അവിടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും മെഷീൻസിന്റെ. മെഷീൻ ബേസ്ഡ് ട്രെയിനിങ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സ്പെസിഫിക് സെറ്റ് ഓഫ് മസിൽസിനെ നമുക്ക് ട്രെയിൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഐസൊലേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്യാനായിട്ട് മെഷീൻ ബേസ്ഡ് ട്രെയിനിങ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ടു ഡു. പിന്നെ അതിനകത്തൊരു ഭയങ്കര അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനേഴ്സിന് ദേ ക്യാൻ കം ആൻഡ് ഡു, ബിക്കോസ് അത് പിവറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടും ഇഞ്ചുറി ഫ്രീ ആണ് മെഷീൻ ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സപ്പോർട്ട് ഉള്ളത് കൊണ്ടും ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ക്യാൻ സ്റ്റാർട്ട് വിത്ത് മെഷീൻ ബേസ്ഡ് ട്രെയിനിങ്. ബട്ട് ഇറ്റ് ഐസൊലേറ്റ്സ് പെർട്ടിക്കുലർ മസിൽ. സോ ലൈക്ക് നമ്മൾ ചെസ്റ്റിന് വേണ്ടിയുള്ള പ്രസ് ചെയ്യുമ്പോൾ ചെസ്റ്റ് ഇൻവോൾവ് ആവുന്നത് കുറച്ച് ഐസൊലേഷൻ നടക്കും. ലാറ്റ്സ് ഇൻവോൾവ് ചെയ്യുമ്പോൾ ലാറ്റ് പുള്ളിന് കുറച്ച് ഐസൊലേഷൻ. സോ ഐസൊലേഷൻ ബേസ്ഡ് ആണ് കൂടുതലും മെഷീൻ ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രോൺസ് ആൻഡ് കോൺസ് അബൌട്ട് മെഷീൻ ബേസ്ഡ് ട്രെയിനിങ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോഡി വെയിറ്റ് ട്രെയിനിങ്. സോ ബോഡി വെയിറ്റ് ട്രെയിനിങ് ഞാനിപ്പോൾ ചെയ്യുന്നത് പുഷ് അപ്സ്, പുൾ അപ്സ്, ലഞ്ചസ്, ഫ്രീ സ്ക്വാട്സ് എന്ന് വേണ്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ബോഡി വെയിറ്റ് ട്രെയിനിങ് വരും. സോ സ്പെഷ്യലി അതിന് തന്നെ കാലിസ്റ്റനിക്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഉണ്ട്, ഒരു ട്രെയിനിങ് സ്ട്രീം ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഓൺ ബോഡി വെയിറ്റ് ട്രെയിനിങ് ആണ്. അതിൽ തന്നെ പല വെറൈറ്റീസ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. സോ അത് ബോഡി വെയിറ്റ് ട്രെയിനിങ് തന്നെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ഹാൻഡ് സ്റ്റാൻഡ്സ്, ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ്. സോ ഇങ്ങനത്തെയൊക്കെ എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളതാണ്. പ്ലാൻസ് ലീൻ. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്, അങ്ങനെ ടൈപ്പ് ഓഫ് എക്സസൈസസ് എന്ന് പറയുന്നത് വിറ്റ് ഇസ് വെരി ചലഞ്ചിങ്. ഇതിനകത്തും ഫങ്ഷണൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യും. ഈച്ച് ഓഫ് ദ മസിൽസിന്റെ ഇൻവോൾവ്മെന്റ് ചെയ്യും, പല മസിൽസിന്റെ ഇൻവോൾവ്മെന്റ് ചെയ്യും. ബേസിക്കലി കോമ്പൗണ്ട് മൂവ്മെന്റ് ആണ് കംപ്ലീറ്റ്ലി. സോ അതാണ് അതിന്റെ ബോഡി വെയിറ്റ് ട്രെയിനിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബട്ട് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു ബിഗിനറിന് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പുഷപ്പ് പുള്ളപ്പ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. വൈ? ബിക്കോസ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ബോഡി വെയിറ്റ്, ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു 70 കിലോസ് ഉണ്ടെങ്കിൽ ആ 70 കിലോസ് ആണ് നമ്മൾ പുഷപ്പ് ചെയ്യാൻ നോക്കുന്നത്. സോ ആ 70 കിലോസ് ഒരു ബിഗിനറിന് പറ്റത്തില്ല. കാരണം ആ വരുന്ന ഒരു പേഴ്സണ് അത്രയും സ്ട്രെങ്ത് ഉണ്ടാവില്ല മസിൽസിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് അത് ചെയ്യാൻ ഭയങ്കര പ്രയാസപ്പെടുന്നത്. സോ അഗൈൻ പുള്ളപ്പ്, അഗൈൻ ആ പുള്ളിക്കാർ 70 കിലോസ് ആയിരിക്കും പുള്ളി ചെയ്യാൻ നോക്കുന്നത്, ഭയങ്കര പാടായിരിക്കും. സോ ഫോർ ബിഗിനേഴ്സ് ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ടു ഡു. ബട്ട് ഫോർ അതേഴ്സ് ദേ ക്യാൻ ഇൻക്ലൂഡ് ദ ബോഡി വെയിറ്റ് ട്രെയിനിങ്. സോ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. പക്ഷേ ബോഡി വെയിറ്റ് ട്രെയിനിങ് ഇസ് ഓൾസോ ഗുഡ്, ബിക്കോസ് അതൊരു കൈൻഡ് ഓഫ് നല്ല ജോയ്ഫുൾ ആണ് ടു ട്രെയിൻ ഓൺ ബോഡി വെയിറ്റ് ട്രെയിനിങ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്, വിച്ച് ട്രെയിനിങ് ഇസ് ദ ബെസ്റ്റ്? ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പേഴ്സന്റെ ഒരു എന്താണ് ആ ഗോൾ എന്നനുസരിച്ചിട്ടിരിക്കും. സോ ഇഫ് യു വാണ്ട് ടു ബിൽഡ് ഫങ്ഷണൽ ട്രെയിനിങ്, അവിടെ
വെയിറ്റ് ട്രെയിനിങ്ങും ബോഡി വെയിറ്റ് ട്രെയിനിങ് കമ്പൈൻ ചെയ്താൽ ഇറ്റ് ഇസ് വെരി ഗുഡ്. സോ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഇസ് ഫങ്ഷണൽ ട്രെയിനിങ്. ഫങ്ഷണൽ ട്രെയിനിങ് നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ്, എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് കാറ് ഒന്ന് പുഷ് ചെയ്യേണ്ടതെന്ന്. സോ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരുപാട് ആൾക്കാരെ വിളിച്ചാൽ, പക്ഷേ യു ആർ ഇൻ എ സിറ്റുവേഷൻ വെർ യു നീഡ് ടു പുഷ് ദ കാർ. നിങ്ങൾക്ക് ഫങ്ഷണൽ ട്രെയിനിങ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് പല പല മസിൽസ് ഇൻവോൾവ് ചെയ്യും. പല മസിൽസ് ഒരുമിച്ച് വർക്ക് ചെയ്താലേ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ടൈപ്പ് ഓഫ് ട്രെയിനിങ് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ 2 ട്രെയിനിങ്ങും കൊണ്ടുവരണം. സോ ഒരു ഫങ്ഷണൽ ട്രെയിനിങ്ങിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സ്ലെഡ്ജ് എന്ന് പറയുന്ന മെഷീൻ പുഷ് ചെയ്യുന്നത്. ഇറ്റ് മിമിക്സ് വാട്ട് വി ഡു ആസ് എ കാർ പുഷ്. അപ്പൊ അത് ഫങ്ഷണൽ ആണ്. സോ അവിടെയും നമ്മൾ ഈ പറയുന്ന റെസിസ്റ്റൻസ് വെയിറ്റ് ബേസ്ഡ് ട്രെയിനിങ്ങും ബോഡി വെയിറ്റ് ട്രെയിനിങ്ങും എല്ലാം കൂടെ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫങ്ഷണൽ ട്രെയിനിങ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റൂ. അത് ഡെയിലി വരുന്ന കാര്യങ്ങളാണ്. ബട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മസിൽ ബിൽഡ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീൻസ് അതിനകത്ത് കൊണ്ടുവരാം. ആൻഡ് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ സംസാരിച്ചതേ ഉള്ളൂ ഇവിടെ. അതായത് ഒരു എന്ന് വെച്ചാൽ ഒരാൾ ട്രാവൽ ചെയ്യാണ് ബേസിക്കലി. അപ്പൊ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം ജിമ്മ് ഉണ്ടാവാം, ജിമ്മ് കാണത്തില്ല, അല്ലെങ്കിൽ ഒരു വെയിറ്റ്സ് കിട്ടാനായിട്ട് പാടുണ്ട്. ബട്ട് ഇഫ് ദേ നോ ബോഡി വെയിറ്റ് ട്രെയിനിങ് ദേ ക്യാൻ ഡു ദാറ്റ്. അതായത് നമ്മൾ എവിടെ പോയാലും നമുക്ക് ബോഡി വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്. ഒരു ചെറിയൊരു പ്ലേസ് മതിയായിരിക്കും ബോഡി വെയിറ്റ് ട്രെയിനിങ് ചെയ്യാനായിട്ട്. സോ ഇഫ് യു ആർ ഫോണ്ട് ഓഫ് ട്രെയിനിങ്, നമുക്ക് എല്ലാ ദിവസവും ട്രെയിനിങ് ചെയ്യണമെന്നുണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഉണ്ടെങ്കിൽ ബോഡി വെയിറ്റ് ട്രെയിനിങ് ഇസ് ഫൺ ടു ഡു ദാറ്റ്. അല്ലാത്ത പക്ഷം വെൻ യു ഹാവ് ഓൾ ദീസ് തിങ്സ്, നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഗോൾസ് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. സോ ഇതാണ് അതിന്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വാണ്ട് ടു ഡു. നിങ്ങളുടെ ഗോൾസ് എന്താണ് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, യു ഡു എ മിക്സ് ഓഫ് ബോഡി വെയിറ്റ് പ്ലസ് ഫ്രീ വെയിറ്റ്സ് ആൻഡ് ദാറ്റ് വിൽ ഓൾവേസ് ഹെൽപ്പ് യു. ആൻഡ് ദാറ്റ്സ് മൈ ഇതാണ് സജഷൻ അബൌട്ട് ട്രെയിനിങ്. സോ ഈ 3 ടൈപ്പ് ട്രെയിനിങ് നിങ്ങൾ ട്രൈ ചെയ്യുക. സോ കമന്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത്. സോ ജസ്റ്റ് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ഏത് ടൈപ്പ് ട്രെയിനിങ് എടുത്താലും മേക്ക് ഫിറ്റ്നസ് യുവർ പാർട്ട് ഓഫ് ലൈഫ്. സോ ഫിറ്റ്നസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ് നിങ്ങളുടെ പാർട്ട് ഓഫ് ലൈഫിൽ. അത് മേക്ക് ഫിറ്റ്നസ് യുവർ പാർട്ട് ഓഫ് ലൈഫ്. അതേ പറയാനുള്ളൂ, ഒരു ഹാബിറ്റ് ആക്കുക ഡെയിലി ലൈഫിൽ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ വൺസ് അഗെയിൻ ഹാപ്പി ഓണം. സൈനിങ് ഓഫ്. ബൈ.